ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ജീസസ് യൂത്ത് കെയറോസ് ബർഡ്സ് ഒരുക്കുന്ന പുൽക്കൂട്ടിലേക്ക് ഒരു തീർത്ഥാടനം 21ാം ദിവസത്തിലേക്ക് സ്വാഗതം. എങ്കിൽ നമുക്ക് മനോജസിനെ കേട്ടാലോ? ഹായ് കൂട്ടുകാരെ, ഇന്ന് ഈശോയുടെ ഈ ഒരു പുൽക്കൂട്ടിലേക്കുള്ള തീർത്ഥാടനത്തിൽ നമ്മൾ 21ാമത്തെ ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മുടെ ഈശോയും കൂടി നമ്മുടെ കൂട്ടുകാരനായിട്ട് കൂട്ടാൻ കേട്ടോ. നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ, ഈശോയുടെ സാന്നിധ്യം ഇവിടെ ഒപ്പം ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമാണ് അല്ലേ. ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ, സങ്കടമൊക്കെ വരുമ്പോൾ ഈശോ കൂടെ ഉണ്ടെങ്കിൽ എന്ത് രസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു യാത്രയിൽ നമുക്കിന്നോ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ണീശോയെ ഈശോയുടെ സാന്നിധ്യം ഉള്ളിൽ അനുഭവിച്ചറിയുവാൻ ഒരു കൂട്ടുകാരനെ പോലെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇതൊരു ദിവസം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഉണ്ണീശോയെ ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മനോജൻ പറഞ്ഞതുപോലെ എല്ലാവരിലും എല്ലാത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഇന്നത്തെ പുണ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പൂ ചാർത്താം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ നമ്മുടെ 21ാമത്തെ പൂ നമ്മുടെ പൂമെത്തയിലേക്ക് ഒട്ടിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് മനോജൻ പറഞ്ഞു തന്നത് ദൈവമായിട്ടുള്ള സൗഹൃദത്തെ കുറിച്ചാണ്. അപ്പോ ഞാൻ ഇന്നത്തെ പൂവില് സൗഹൃദം എന്നാണ് എഴുതാൻ പോകുന്നത്. ഞാനിപ്പോ ഇവിടെ സൗഹൃദം എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മളിത് മെത്തയിലേക്ക് ഒട്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ ഉണ്ണീശോയ്ക്കുള്ള പൂമെത്തയുടെ 21ാമത്തെ പൂവും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നാളെ കാണാം. ബൈ. നമ്മുടെ കുഞ്ഞു കൂട്ടുകാരോടൊപ്പം സുഹൃത ജപം ചൊല്ലി നമുക്ക് ഇന്നത്തെ തീർത്ഥാടനം അവസാനിപ്പിക്കാം. നമുക്കിന്നത്തെ സുഹൃജപം ഏറ്റുചൊല്ലാം. ഉണ്ണീശോയെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉണ്ണീശോയെ, ഉണ്ണീശോയെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ അനുഭവിക്കാൻ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ. സഹായിക്കണമേ.